സാധാരണ എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലെ എൻ്റെ വോയിസിൻ്റെ കൂടെ വണ്ടികളുടെ സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ ഇനിയും കേൾക്കാൻ പോകുന്നത് കാക്കയുടെയും പൂച്ചയുടെയൊക്കെയാണ്. കാരണം ഞാൻ വീട്ടിലാണ്, ഇനി ആ സൗണ്ടല്ലേ കേൾക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തേൻ എടുക്കാനായിട്ട് ഇങ്ങനെ കലം വെച്ചേക്കുന്നുണ്ട്. അവിടെ ചെന്ന് ആ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ എല്ലാവരും ആ ക്യാമറ തന്നെ നോക്കിയിരിക്കുന്നു. വെറുതെ എന്തിനാ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പകർത്തുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ക്യാമറ മാറ്റി. ഞാനും അമ്മയോട് രാവിലെ തന്നെ പാല് മേടിക്കാനായിട്ട് ഇറങ്ങി. പാല് മേടിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞതായതുകൊണ്ട് അവിടെ ഭയങ്കര കൊതുകും പിന്നെ നല്ല നനവും നല്ല പച്ചപ്പൊക്കെ കണ്ടിങ്ങനെ വീഡിയോ എടുത്ത് നടന്നപ്പോൾ അമ്മേനോട് പറഞ്ഞു, ശ്രദ്ധിച്ച് നടക്കണം, അല്ലെങ്കിൽ ആ കുഴിയിലൊന്നും പോയി വീഴരുത്, യൂട്യൂബേഴ്സിനെ ഒന്നും പിന്നെ കാണാൻ കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നേ. നല്ല വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഇങ്ങനെ വെള്ളം പൊങ്ങുവേ. പിന്നെ അതേ നല്ല ഇത് കണ്ടോ, നല്ല കാടാണ്. അമ്മ വരുന്നിടം വരെ ഞാനിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നേ. അപ്പം കൊതുകുണ്ട്, നന്നായിട്ട് കൊതുകുണ്ട്. പിന്നെ ഇങ്ങനെ വീട്ടിലോട്ട് ചെന്ന് കയറിയ സമയത്ത് കറണ്ടില്ല. അമ്മയ്ക്കാണെങ്കിൽ രാവിലെ എല്ലാ ജോലികളും തീർക്കണമെന്ന് നിർബന്ധം. പിന്നെ രാവിലെ തന്നെ അരി അടുപ്പത്തിട്ടു. നമുക്ക് ചായയുടെ കൂടെ എന്ത് കഴിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പൂരി ഉണ്ടാക്കാമെന്ന്. ഡെയിലി ഇങ്ങനെ പൂരി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ, പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകം ഒരു പൂരിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ പരത്തി കൊടുത്തു, അമ്മ അത് ചുട്ട് തന്നു. പിന്നെ ഇതെല്ലാം വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിയലുണ്ടാക്കി, സാമ്പാറുണ്ടാക്കി. അവിയലും സാമ്പാറൊക്കെ എല്ലാത്തിനും അരിഞ്ഞു കൊടുത്തത് ഞാൻ. പിന്നെ എല്ലാ വീട്ടിലും കാണുന്ന പോലെ ഡെയിലി ഉള്ള റുട്ടീൻ ഉണ്ടല്ലോ, മുറ്റം തൂപ്പ്, തുണി നന, പാത്രം കഴുകുക, ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് മഴയായി കഴിഞ്ഞാൽ വിറകിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ ഉള്ള വെയിലത്ത് അമ്മ ഉള്ള വിറകൊക്കെ ഇങ്ങനെ വെട്ടിക്കീറിയിടുകയാണ്, ഉണങ്ങട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ നമ്മുടെ മുറ്റത്ത് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. കോവൽ, നിത്യവഴുതനങ്ങ, മുളക്, പയർ, അങ്ങനെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പറിക്കാറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഇങ്ങനെ പഴുത്തു പോയേ. പിന്നെ ഉച്ച സമയമായപ്പോൾ ഞങ്ങളൊരു സിനിമ കണ്ടേ, അതാണിത്. പിന്നെ ഈ അമ്മ ഈ ചീത്തയാവുന്ന നൈറ്റിയൊക്കെ കളയാറില്ല, എല്ലാം തലണക്കവറൊക്കെ തയ്ച്ചിങ്ങനെ വെച്ചേക്കും. ആ സമയത്ത് മഴയും വരുന്നു. പിന്നെ വീട്ടിൽ മാനത്ത് മഴ കണ്ടാൽ അപ്പം ഫോൺ എടുത്ത് വയ്ക്കണം. അത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചീത്തയായിരിക്കും. പിന്നെ ഞാനായിട്ട് വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചു.